എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോ ഇതേപോലെ നല്ല ഭംഗിയായിട്ടുള്ളൊരു വീനെക്കിന്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആണ് കേട്ടോ. എന്നോടൊരു ഡൗട്ട് ഒരാൾ ചോദിച്ചപ്പോൾ ഞാൻ ഓർത്തു അതൊരു ഫുൾ വീഡിയോ ആക്കി ചെയ്യുവാണെങ്കിൽ എല്ലാവർക്കും യൂസ്ഫുൾ ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പൊ ഇത് ഫ്രണ്ടിൽ മാത്രം വി ഷേപ്പിൽ കൊടുത്തിട്ടുള്ളൂ. സ്കാലപ്പ് ഒക്കെ വെച്ചിട്ടുള്ള ലേസ് ആണ് നമ്മൾ ഇതിന്റെ വിയിലേക്ക് ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ ബാക്ക് ഞാൻ കാണിച്ചു തരാം. ഇതിന്റെ ബാക്കി ഉണ്ട് ഒരു റൗണ്ടിനെ കാണാം. 5.5 ഇഞ്ച് ലെങ്ത് ഉള്ളൊരു റൗണ്ടിനെ കാണാം. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്ന കൂട്ടുകാരെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതേപോലെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുത്തേക്കുക. അതേപോലെ ബെൽ ബട്ടനെ എനേബിൾ ചെയ്തിടുവാണെങ്കിൽ ഇതേപോലുള്ള നല്ല നല്ല വീഡിയോസ് വരുമ്പോഴേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇത് ഫ്രണ്ട് ഭാഗമാണ് കേട്ടോ. അതിൽ ഞാൻ ലൈനിങ് ഒക്കെ അറ്റാച്ച് ചെയ്ത് ഞാൻ റെഡി ആക്കി വെച്ചിട്ടുണ്ട്. ഇതിന്റെ നെക്കിന്റെ സ്റ്റിച്ചിങ് മാത്രമാണ് ഞാൻ ഇതിൽ കാണിച്ചു തരുന്നത് കേട്ടോ. അപ്പോൾ 40 ഇഞ്ചാണ് ചെസ്റ്റ് സൈസ് വരുന്നത്. ഷോൾഡർ എടുത്തിരിക്കുന്നത് 7 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഇത് വെച്ചിട്ട് എങ്ങനെയാണ് നമുക്ക് നെക്ക് ചെയ്തെടുക്കുന്നത് നോക്കാം കേട്ടോ. അപ്പൊ ഇതിന്റെ ബാക്കി ചെയ്തിരിക്കുന്നത് നിങ്ങൾ അറിഞ്ഞിരിക്കണം, എന്നാലും നമുക്ക് ഇതിന്റെ ഫ്രണ്ട് ഭാഗം കറക്റ്റ് ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഞാൻ ബാക്കി ഓൾറെഡി ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതേപോലെ ബാക്കിൽ ഒരു റൗണ്ട് ഷേപ്പാണ് കേട്ടോ കൊടുക്കുന്നത്. ക്യാൻവാസ് പേപ്പറിലാണ് ഞാൻ ഇത് നെക്ക് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ 3 ഇഞ്ച് അകലം വിട്ടിട്ടാണ് ക്യാൻവാസിൽ ഞാൻ നെക്കിന്റെ അകലം മാർക്ക് ചെയ്ത് ഇത് ഈ ബാക്കിനൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. അത് മറന്നു പോകാതെ തന്നെ നമുക്ക് ഫ്രണ്ട് ഭാഗം എങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കുന്നത് നോക്കാം കേട്ടോ. ഫ്രണ്ട് ഭാഗം നെക്ക് കട്ട് ചെയ്യാനായിട്ട് ഞാൻ ഇതേപോലെ ഒരു പേപ്പർ ക്യാൻവാസ് എടുത്തിട്ടുണ്ട്. അതിനെ ഇതേപോലെ രണ്ടായിട്ടൊന്ന് മടക്കി എടുത്തിട്ടുണ്ട്. ഞാൻ ആ മടക്കി കൊടുത്ത് ഒരു പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ നെക്ക് കട്ട് ചെയ്യുമ്പോഴും മാർക്ക് ചെയ്യുമ്പോഴൊക്കെ ഇതിങ്ങനെ എപ്പോഴും ഓപ്പൺ ആയി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഫിറ്റ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ഒരു പിൻ ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇതിൽ ഓരോ മാർക്കിങ്ങളായിട്ട് ചെയ്യാം. നമ്മൾ നെക്കിന് വെക്കാനായിട്ട് ഇങ്ങനത്തെ ഒരു ലേസാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതുകൊണ്ട് ഈ ഒരു ഭാഗം, ഈ തണ്ടിന്റെ ഈ ഒരു ഭാഗത്തിന്റെ താഴേക്ക് വരും നമുക്ക് തയ്യൽ തുമ്പായിട്ട് പോകും. ഇത്രയും തയ്യൽ തുമ്പ് വരും കേട്ടോ. അപ്പോൾ ഇതിന്റെ ബാക്കിയാണ് നമ്മൾ ഇതിന്റെ ഒരു വീതിയായിട്ട് നെക്കിൽ നമ്മൾ പുറമെ കാണുന്ന രീതിയിൽ വെക്കുന്നത്. അപ്പോൾ ഈ ഒരു വീതി വേണം നമ്മൾ നമ്മളുടെ 3 ഇഞ്ചിൽ നിന്ന് ഈ ഒരു വീതിയും കൂടെ കൂട്ടിയിട്ട് വേണം നെക്കിന്റെ അകലം മാർക്ക് ചെയ്യാനായിട്ട്. നമുക്ക് ഇതേപോലെ നടന്നു നോക്കാം. ഇത് 1 ഇഞ്ച് വീതിയിലാണ് ആ ഒരു ഡിസൈൻ വന്നിരിക്കുന്നത് കേട്ടോ. നമ്മുടെ ബാക്കിനൊക്കെ 3 ഇഞ്ചിലല്ലേ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്നും 1 ഇഞ്ച് കൂടെ കൂട്ടി 4 ഇഞ്ചിൽ വേണം നമുക്ക് ഫ്രണ്ടിനൊക്കെ കട്ട് ചെയ്തെടുക്കാനായിട്ട്. മനസ്സിലായോ? നമ്മളിവിടെ ബാക്കിനൊക്കെ കട്ട് ചെയ്തപ്പോൾ ഇവിടെ ഈ 3 ഇഞ്ചിലാണ് കൊടുത്തിരുന്നത്. അപ്പോൾ ലേസും കൂടെ ഇതിൽ വരുന്നതുകൊണ്ട് ഇവിടെ നമ്മൾ 4 ഇഞ്ച് വീതിയിലാണ് നെക്കിന്റെ അകലം കൊടുക്കുന്നത്. ഇതേപോലെ 4 ഇഞ്ച് അകലം കൊടുത്തു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇവിടെ താഴേക്ക് നമ്മളൊരു 7 ഇഞ്ചിലാണ് നെക്കിന്റെ ഇറക്കം കൊടുക്കുന്നത്. അപ്പോൾ 7 ഇഞ്ചിൽ നമ്മളൊരു മാർക്കിങ് കൊടുത്തു. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് ഒന്നുകൂടെ പറഞ്ഞുതരാം കേട്ടോ. നമ്മൾ ഇവിടുന്ന് ഇവിടെ വരെ എടുത്തിരിക്കുന്ന അകലം 4 ഇഞ്ചാണ്. കാരണം നമ്മുടെ ബാക്കിനൊക്കെ എടുത്തിരിക്കുന്ന 3 ഇഞ്ചിലാണ് ഈ ഒരു അകലം എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ലേസും കൂടെ വരുന്നതുകൊണ്ടാണ് നമ്മൾ 1 ഇഞ്ചും കൂടെ കൂട്ടി ഇവിടെ 4 ഇഞ്ചിൽ മാർക്ക് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ ഒരു 1/2 ഇഞ്ച് വീതിയിൽ ഒരു മാർക്കിങ് കൊടുക്കുക. ഇവിടെ 1/2 ഇഞ്ച് എടുക്കുമ്പോൾ മറുഭാഗത്തും കൂടെ കൂട്ടി നമുക്ക് 1 ഇഞ്ച് കിട്ടുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്തു. നമുക്ക് ഈ പോയിന്റും കൂടെ സ്ട്രെയിറ്റ് ആയിട്ടൊരു ലൈൻ വരച്ചു കൊടുക്കാം. ഈ പോയിന്റ് ഇതേപോലെ സ്കെയിൽ വെച്ചിട്ട് നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ടൊരു ലൈൻ വരച്ചു കൊടുക്കാം. ഇതേപോലെ നമുക്കൊന്ന് വരച്ചു കൊടുത്തു. ഇനി നമുക്ക് ഈ സ്കെയിലിന്റെ വീതിക്ക് തന്നെ ഔട്ട്ലൈൻ വരച്ചു കൊടുക്കാം. അതാകുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് വേറെ ഒന്നും അളക്കാനൊന്നും പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതുകൊണ്ട് ഇതേപോലെ നമുക്കൊരു മാർക്കിങ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഔട്ട്ലൈനും നല്ല കറക്റ്റ് വീതിയിൽ കിട്ടും. ഇവിടെ സെയിം ആയിട്ട് നമ്മളിങ്ങനെ വെച്ച് വരയ്ക്കുകയാണെങ്കിൽ നമ്മുടെ നെക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ നെക്ക് തിരിച്ചിട്ടൊക്കെ നോക്കുമ്പോഴും നമ്മുടെ ഈ ഒരു വീതിയൊക്കെ നല്ല കറക്റ്റ് ആയിട്ടിരിക്കും. ഇവിടെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മുടെ നെക്കിന്റെ ആ ഒരു വീതി കറക്റ്റ് ആയിട്ട് എപ്പോഴും കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ഭാഗം ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് ഇവിടെ കട്ട് ചെയ്ത് കളയുന്നില്ല കേട്ടോ. ഇനി നമുക്ക് ഈ മാർക്കിങ്ങുകളെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു ഭാഗം കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചോ ഞാൻ എങ്ങനെ കട്ട് ചെയ്യുന്നതാണ്. നമുക്ക് ഈ ഒരു ഭാഗം കട്ട് ചെയ്ത് കളയരുത് കേട്ടോ. നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് നമുക്ക് ഇവിടെ നിർത്തിയിട്ട് താഴേക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. ഇത് നമുക്ക് 1/2 ഇഞ്ച് ഒട്ടും കൂടി പോരുത് കേട്ടോ. കൂടിപ്പോയാൽ നമുക്ക് ലേസ് നമ്മൾ വെക്കുന്ന സമയത്ത് ഇച്ചിരി ലൂസായിട്ട് നിൽക്കിയ ഒരു ഭാഗം. അപ്പം നമുക്ക് കറക്റ്റ് ഉണ്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതേപോലെ കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഈ ഒരു ഔട്ട്ലൈൻ വരച്ച മാർക്കിങ്ങിലൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം.
ഇത് നമ്മൾ നിവർത്തിയിട്ട് നോക്കുമ്പോൾ ഈ ഒരു രീതിയിലാണ് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് നെക്കിന്റെ ഭാഗത്ത് ഇതേപോലെ ലൈനിങ് കിട്ടും. അപ്പോൾ അത് വെച്ചിട്ട് ഇത് നമ്മൾ കഴുത്തിന് വേണ്ടിയിട്ട് ഇപ്പോഴും മാറ്റി വയ്ക്കാറാണ് ഞാൻ സാധാരണ ചെയ്യാറുള്ളത്. അപ്പോൾ നമുക്ക് ലൈനിങ് നെക്കിന് വേറെ തപ്പി നടക്കേണ്ട ആവശ്യം വരുകയില്ല. ഇപ്പോഴും ഞാൻ ഇങ്ങനെ തന്നെയാണ് കട്ട് ചെയ്ത് വെക്കുന്നത്. എന്നിട്ട് അതിലേക്ക് നമുക്ക് നെക്ക് ഇതേപോലെ വെച്ചിട്ട് നമുക്ക് എല്ലാ സൈഡിലും ഒരു സ്റ്റിച്ച് കൊടുക്കാം. ഇവിടെ ഇതിലിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വന്നിട്ട് ഈ ഒരു ഭാഗം വരുമ്പോൾ നമ്മൾ ക്യാൻവാസിന്റെ ഈ ഒരു സൈഡിലൂടെ 3 സൈഡിലും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നതിന്റെ ഉദ്ദേശം നമ്മുടെ നെക്ക് ഈ തുണിയിൽ നിന്ന് വാഷ് ചെയ്യുന്ന സമയത്തൊന്നും വിട്ടുപോകാതിരിക്കാൻ, നല്ല ഫിറ്റായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു 3 സൈഡിൽ സ്റ്റിച്ച് കൊടുക്കുന്നത്. പിന്നെ ഇത് മറിച്ച് ഇങ്ങോട്ടേക്കോ സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ ഈ ഒരു സൈഡിലും ഈ ഒരു സൈഡിൽ സ്റ്റിച്ച് വരുമ്പോൾ നല്ല ഫിറ്റായിട്ട് ഇതിരിക്കും. എത്ര വാഷ് ചെയ്താലും ഇത് ഊരി പോകുകയില്ല. അല്ലെങ്കിൽ നമുക്ക് ഇതിങ്ങനെ ഇതിന്റെ പശയുള്ള ഭാഗം തുണിയിലേക്ക് വെച്ചിട്ട് ഒന്ന് അയൺ ചെയ്ത് കൊടുക്കുകയും ചെയ്യും. അങ്ങനെ കൊടുക്കുമ്പോൾ നമുക്ക് ഈ ഒരു ഭാഗം 1-2 വാഷ് ചെയ്യുമ്പോഴത്തേക്കിനും ഇളകി ഇങ്ങനെ ലൂസായിട്ട് ഇങ്ങനെ ഊർന്നു പോകും. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ 2 സൈഡിൽ നിന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ അങ്ങനെ നല്ല വൃത്തിയായിട്ട് കുറേ കാലം ഇരിക്കും കേട്ടോ. ഈ ഒരു സൈഡ് ഉണ്ടല്ലോ നമ്മുടെ ക്യാൻവാസിലേക്ക് കറക്റ്റായിട്ട് വരുന്ന രീതിയിലൊന്ന് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. നമ്മൾ ചെയ്യുന്ന സമയത്ത് തുണി ഇച്ചിരി മുകളിലേക്ക് ക്യാൻവാസിനെക്കാളും കൂടുതൽ നിൽക്കുവാണെങ്കിൽ ഈ ഒരു സൈഡ് ഒന്ന് കട്ട് ചെയ്ത് ലെവലാക്കിയാൽ മതി കേട്ടോ. നമുക്ക് ഈ ഒരു സൈഡിൽ ഒരു 1/4 ഇഞ്ച് വിട്ടിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഞാൻ വരച്ച് കാണിക്കാം. അപ്പം അറിയാവുന്നവർക്കൊക്കെ ഇങ്ങനെ കാണുമ്പോൾ അറിയാമായിരിക്കും, പക്ഷെ അറിയത്തില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് കാണിച്ചു കൊടുക്കുന്നത്. അപ്പം ഇതുണ്ട്, ഇതേപോലെ ഞാൻ 1/4 ഇഞ്ച് വീതിയിൽ, ഈ ഒരു വീതിയിലാണ് നമുക്ക് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഉണ്ടോ, ഈ ഒരു വീതിയിൽ നമുക്ക് താഴെ വരെ മാർക്ക് ചെയ്യാം. ഈ ഒരു ലൈനിലൂടെയാണ് നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കേണ്ടത് കേട്ടോ. അപ്പൊ നമ്മള് ഇതുണ്ട്, ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അല്ല, അപ്പൊ നമ്മളിങ്ങനെ ഫസ്റ്റ് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ ഇതേപോലെ മാർക്ക് ചെയ്യുമ്പോൾ നമ്മളുടെ ഈ ഒരു വീതിയൊക്കെ എല്ലാ സൈഡിലും ഒരുപോലെ ഇരിക്കും. നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നല്ല നീറ്റായിട്ടിരിക്കും കേട്ടോ. അപ്പൊ അങ്ങനെ ചെയ്ത് തന്നെ ശീലിക്കണേ. ഇനി നമ്മൾ ഈ 1/4 ഇഞ്ച് വീതിയിൽ നമ്മൾ നിർത്തിയിട്ടില്ലേ, ആ പീസ് നമ്മുടെ ക്യാൻവാസിലേക്ക് ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് നമുക്ക് ഇതിലൂടെ ഒരു സ്റ്റിച്ച് കൊടുക്കാം. ഇങ്ങനെ എല്ലാ സൈഡിലും ഇതിങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ട് ഇതേപോലെ നമുക്ക് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് ഇങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. എന്നിട്ട് നമ്മൾ ഈ ഒരു ഭാഗം വരുമ്പോൾ ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പൊ നമുക്ക് നല്ല നീറ്റായിട്ട് എല്ലാ ഭാഗങ്ങളും കിട്ടും കേട്ടോ. അപ്പൊ നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പൊ ഇതേപോലെ 3 സൈഡും നല്ല നീറ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. തിരിച്ചിട്ട് നോക്കുമ്പോൾ നമുക്ക് ഇതേപോലെയാണ് കിട്ടുന്നത് കേട്ടോ. വളരെ വൃത്തിയിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതുണ്ട്, ഇതേപോലെ ഒന്ന് മടക്കിയെടുക്കുക. കറക്റ്റ് നമ്മൾ ഈ ഒരു ഭാഗം കറക്റ്റ് ചെയ്ത് വെച്ചാൽ നമുക്ക് സെൻറ്റർ കിട്ടും. എന്നിട്ട് സെൻറ്റർ നമുക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇത് ഫ്രണ്ട് ഭാഗമാണ്, ബാക്കി ഞാൻ കാണിച്ചു തന്നില്ലായിരുന്നു. അപ്പൊ ഇത് ഫ്രണ്ട് ഭാഗമാണ്. അപ്പൊ ഇത് നമ്മൾ നെക്ക് ചെയ്തോടെ തന്നെ ഈ ഒരു ഭാഗം കറക്റ്റ് ഇതേപോലെ ഒന്ന് ചേർത്ത് വെച്ചിട്ട് നമ്മളിതൊന്ന് മടക്കി എടുക്കുമ്പോൾ ഈ ഭാഗം കിട്ടുന്നതാണ് നമ്മളുടെ ടോപ്പിന്റെ സെന്റർ. അതും ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മളുടെ ഈ നെക്കിന്റെ നമ്മൾ സെന്റർ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതും ഇതും തമ്മിൽ ഇതേപോലെ ഒന്ന് ചേർത്ത്, ആ കട്ടിങ് വരുന്ന ഭാഗം തമ്മിൽ ഇതേപോലെ ഒന്ന് ചേർത്ത് വെക്കുക. എന്നിട്ട് നമുക്ക് എല്ലാ സൈഡിലും ഒന്ന് പിൻ ചെയ്ത് കൊടുക്കാവേ. മാറിപ്പോയത് ഇങ്ങനെ പിൻ ചെയ്ത് കൊടുക്കുന്നത് കൊണ്ട് നമ്മുടെ തുണി നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോഴൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും നീങ്ങി പോകത്തില്ല. അതുകൊണ്ടാണ് ഞാനിവിടെ എല്ലാ സൈഡിലും ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുന്നത്. കുത്തി കൊടുക്കുവാണെങ്കിൽ നമുക്ക് വളരെ നീറ്റായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. ഈ സെൻറ്റർ മാറിപ്പോകരുത് കേട്ടോ. ഇതെപ്പോഴും ഇങ്ങനെ തന്നെ ഇരിക്കണേ. അതിനുശേഷം നമുക്ക് നമ്മളുടെ ഇതുണ്ട്,
ഈ ഒരു സൈഡ് ഏതെങ്കിലും ഒരു സൈഡും ഇതുണ്ടോ, ഇവിടെ 3 ഇഞ്ച് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇതേപോലെ തന്നെ ഇവിടെ 3 ഇഞ്ച് കിട്ടുന്നുണ്ടോ നോക്കുക. ഇതുണ്ടോ, ഇവിടെ ആ 3 ഇഞ്ച് എനിക്ക് കിട്ടിയിട്ടുണ്ട്. 10 തൊട്ട് 13 വരെ. അപ്പൊ നമ്മുടെ കറക്റ്റ് സെന്ററാ വന്നിരിക്കുന്നത്. ഇവിടെ അല്ലെങ്കിൽ നമ്മൾ ഇവിടെ 3 ഇഞ്ച് അളന്ന് നോക്കി ഇവിടെ ഇങ്ങനെ ടേപ്പ് വെച്ചിട്ട് 3 ഉണ്ടോ എന്ന് അളന്ന് നോക്കിയാൽ മതി. ഇവിടെ കറക്റ്റായിട്ട് നമുക്ക് 3 ഇഞ്ച് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ നെക്ക് വെച്ചിരിക്കുന്ന കറക്റ്റ് സെന്ററിലാണ് കേട്ടോ. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിലേക്കൂടെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇങ്ങനെ കൊണ്ടുവന്ന് ഇങ്ങനെ കൊണ്ടുവന്നു ഇങ്ങനെ കൊണ്ടുവന്ന് ഇവിടെ നമുക്ക് ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. കണ്ടില്ലേ? നമ്മുടെ ക്യാൻവാസിലേക്ക് സ്റ്റിച്ചിങ് കയറിയും പോകരുത്. ക്യാൻവാസിന്റെ ആ സൈഡില്ലേ, ഈ അറ്റം ഈ കാണുന്നത് ഇതിലേക്കൂടെ വേണം സ്റ്റിച്ച്. തുണിയിലേക്ക് നീങ്ങിയും പോകരുത് കേട്ടോ. നെക്ക് സ്റ്റിച്ചിങ് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ തിരിച്ചിട്ട് കഴിയുമ്പോൾ നല്ല ഫിനിഷിങ് ആയിരിക്കും. അപ്പൊ എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഉണ്ട്. ഇവിടെ വരുമ്പോഴും നമ്മൾ നല്ല സ്ട്രോങ് ആയിട്ടുള്ളത് കെട്ടിയിട്ട് കൊടുക്കണം. അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്. ഈ നൂലെല്ലാം കൃത്യമായിട്ട് നമുക്ക് കട്ട് ചെയ്ത് കളയണം. നമുക്ക് ഇതിൻ്റെ ഉള്ളിലൂടെ നമുക്ക് ഇത്ര ഇങ്ങനെ നെക്കിരിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ നമുക്ക് ഇവിടെ ഒരു 4 ഇഞ്ച് നിർത്തിയിട്ട് ഇതുണ്ടോ, നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തുനിന്ന് ഇങ്ങോട്ടേക്ക് 4 ഇഞ്ച് നീക്കിയിട്ട് ഇനി മാർക്ക് ചെയ്ത് കാണിക്കാം. 4 ഇഞ്ച് കൂടുതൽ വെക്കേണ്ട ആവശ്യമില്ല. ഉണ്ട്. ഈ ഒരു അളവില് നമുക്ക് ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. നമുക്ക് ഈ കോർണറിലേക്കും ചെറിയൊരു കട്ടിങ് ഇങ്ങനെയും കൊടുക്കാം. ഇതേപോലെ നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുത്തു. കണ്ടില്ലേ? നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് നൂല് അഥവാ ഒന്ന് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതിന്റെ പുറമെ നമുക്ക് ഇങ്ങനെ ഒരു സ്റ്റിച്ചും കൂടെ കൊടുത്താൽ ആ കാര്യം ഓക്കെ അങ്ങോട്ട്. അപ്പൊ കട്ടായി പോയി എന്ന് ഓർത്ത് ആരും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതുണ്ട്, ഈ തയ്യൽ തുമ്പ് നമ്മുടെ ഈ നെക്കിന്റെ ക്യാൻവാസിലേക്ക് വരുന്ന രീതിയിൽ ഇതുണ്ടോ, ഈ രീതിയിൽ ഇരിക്കണം നമ്മുടെ നെക്കിന്റെ തയ്യൽ തുമ്പ്. ഇങ്ങോട്ടേക്ക് പോകരുത്. ഇങ്ങോട്ടേക്ക് മുകളിലേക്ക് നമ്മൾ നെക്കിലേക്ക് ചേർത്ത് വെച്ചിട്ട് ഇതേപോലെ നെക്കിലേക്ക് ചേർത്ത് വെച്ചിട്ട് ഈ ഒരു സൈഡിലൂടെ നമുക്ക് സ്റ്റിച്ച് കൊടുക്കാം. ഇങ്ങനെ ഫുള്ളും കൊടുക്കണം കേട്ടോ. ഈ ഒരു ഭാഗം വരുമ്പോൾ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് ശ്രദ്ധിച്ചിരുന്നോളൂ. എന്നിട്ട് നമുക്കൊന്ന് പതിച്ചടിക്കാനാട്ടോ ഇതിന് പറയും. നമുക്കൊന്ന് പതിച്ചടിച്ചെടുക്കാം. ഈ ഭാഗം ഇങ്ങനെ പതിച്ച് നമ്മൾ നെക്കിലേക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് തിരിച്ചിട്ട് നോക്കാം. അപ്പോൾ ഇതുണ്ടോ, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, ഒട്ടും ഒരു പൊടിക്ക് പോലും ചുളിവില്ലാണ്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ എക്സ്ട്രാ 1 ഇഞ്ച് കൂടെ കൊടുത്തിരിക്കുമ്പോൾ ഈ ഒരു വീതി 4 ഇഞ്ചിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അത് നമ്മൾ ലേസും കൊണ്ട് വെച്ച് കൊടുക്കുമ്പോഴാണ് നമ്മുടെ കഴുത്തകല കൃത്യമായിട്ട് 3 ഇഞ്ചിലേക്ക് വരുള്ളൂ. നമുക്കിനി അതൊന്നും ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ലേസ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഒരുപാടൊന്നും വേണ്ട, ഈ ഒരു നീളത്തിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മുടെ നെക്കിനെക്കാട്ടിലും 1 ഇഞ്ച് കൂടുതൽ എടുത്താൽ മതി കേട്ടോ. നമുക്ക് 2 വശത്ത് വേണമല്ലോ. അപ്പോൾ 2 സൈഡിലും കിട്ടുന്ന രീതിയിൽ നമ്മളൊന്ന് 2 നെക്കും 2 ലേസ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി ചെയ്യേണ്ടത് നമ്മുടെ ലേസിൻ്റെ നല്ല വശം എടുക്കണം കേട്ടോ. നമ്മൾ ലേസിൻ്റെ നല്ല വശം ഏതാണെന്ന് നോക്കി കറക്റ്റ് കണ്ടുപിടിക്കണം. അതിനുശേഷം നല്ല വശം മുകളിൽ വരുന്ന രീതിയിൽ നമ്മുടെ ലേസിനെ നമുക്ക് ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കണം. അപ്പോൾ നമ്മുടെ നെക്ക് 1 ഇഞ്ച് വീതിയിലേക്ക് നമ്മൾ ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കുമ്പോൾ നമ്മുടെ കഴുത്തിൻ്റെ അകലം 3 ഇഞ്ചിലേക്ക് വരും കേട്ടോ. അതേപോലെ നമ്മുടെ ഈ ലേസിൻ്റെ നല്ല വശം കറക്റ്റായിട്ട് എടുത്ത് മുകളിൽ വരുന്ന രീതിയിൽ വെച്ചിട്ട് നമ്മുടെ ഈ ലേസ് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഒരു വി ഷേപ്പിൽ താഴേക്ക് നമ്മൾ ഇതേപോലെയാണ് വെച്ച് കൊടുക്കേണ്ടത് കേട്ടോ. നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോകുമ്പോൾ ഇത്
അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി നമ്മുടെ ഈ ഒരു നെക്കിന്റെ ഈ രീതി നമുക്ക് വ്യത്യാസം വരും. അപ്പൊ നമുക്കതിന് കറക്റ്റായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് നമുക്കിതുകൊണ്ട് ഈ നെക്കിലേക്ക് ഒന്ന് പിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ എല്ലാ സൈഡിലും കറക്റ്റായിട്ട് ലേസ് ഒന്ന് ഫിറ്റ് ചെയ്ത് നമ്മൾ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ സൈഡിലൂടെ ഇങ്ങോട്ടേക്ക് നീയും പോരുത്, ഇങ്ങോട്ടേക്ക് ഇറങ്ങിയും പോരുത്, കറക്റ്റ് വൃത്തിയായിട്ട് നമുക്കിങ്ങനെ ഒരു സ്റ്റിച്ചിങ് കൊടുക്കാം. ഇവിടെയും കെട്ടിയിട്ടാണ് ഞാൻ നിർത്തിയിരിക്കുന്നത്. നമുക്ക് ഒന്നെടുത്ത് നോക്കാം എങ്ങനെയാണ് നമ്മുടെ നെക്കെന്ന്. അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിൻ്റെ ഷോൾഡറും ബാക്കുമായിട്ട് എങ്ങനെയാണ് ജോയിൻ ചെയ്യുന്നതും കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതും കൂടെ നിങ്ങൾ മനസ്സിലാക്കിയിരുന്നു കേട്ടോ. നല്ല വശവും ഒരേപോലെ വരുന്ന രീതിയിൽ ഇതേപോലെ നമ്മളുടെ ബാക്ക് വശം ഇട്ടു. അപ്പം ഇതുകൊണ്ട് ക്യാൻവാസൊക്കെ വെച്ച് നല്ല സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പം നമുക്ക് ഇനി ചെയ്യേണ്ടത് ഇതുകൊണ്ട് ഈ ലേസ് വരുന്ന ഭാഗം നമ്മുടെ ബാക്ക് നെക്കിൻ്റെ ഇതേപോലെ ഒന്ന് ചേർത്ത് വെച്ച് കൊടുക്കണം. പതിയെ ഇതിങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുക്കണം. ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. തുടങ്ങുമ്പോഴൊന്ന് കെട്ടിട്ട് കൊടുക്കുക. ഇതുകൊണ്ട് നമ്മൾ ഈ ഷോൾഡർ അങ്ങനെ നമ്മൾ കറക്റ്റ് ചെയ്ത് വെട്ടിയപ്പോൾ നമ്മുടെ ഷോൾഡറിന് ഒട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റക്കുറച്ചിലൊന്നുമില്ല. ഇങ്ങനെ നമ്മുടെ ബാക്ക് നെക്കിൻ്റെ കഴുത്തകലം തന്നെ നമുക്ക് ഫ്രണ്ട് നെക്കിലും കിട്ടി. അത് മനസ്സിലായല്ലോ. അതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു ഭാഗം നമ്മുടെ ഷോൾഡറിന്റെ ഈ ഒരു സൈഡ് ഇത്ര കറക്റ്റായിട്ട് കിട്ടുന്നത് കേട്ടോ. അപ്പൊ ഞാൻ 1/2 ഇഞ്ച് വീതിയിൽ ഷോൾഡറിന്റെ തയ്യൽത്തുമ്പ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഈ അറ്റത്ത് വരുമ്പോഴും നമ്മളൊന്ന് കെട്ടിയിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഈ ഒരു ഭാഗം തിരിച്ചു വെക്കണം. തിരിച്ചു വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങിയിടത്തോട്ട് തിരിച്ച് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. നമ്മൾ ധൃതിയൊന്നും പിടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ സാവധാനത്തിൽ വളരെ നീറ്റായിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി കേട്ടോ. നമുക്കിവിടെ ലേസിന്റെ നീളം കൂടുതലാണെങ്കിൽ നമുക്ക് ആവശ്യത്തിന് കട്ട് ചെയ്ത് കളയാം കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ നമ്മൾ ഈ ക്യാൻവാസ് വെച്ചിട്ടില്ലേ, ഈ ഒരു ഭാഗമില്ല, അതിലേക്ക് നമ്മൾ ഈ ലേസിനെ ചേർത്ത് വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ മുകളിലേക്ക് പൊന്തി പോരാനുള്ള സാധ്യതയുണ്ട് നമ്മുടെ ലേസ്. അപ്പോൾ ഞാൻ അതേപോലെ നല്ല രീതിയിലൊരു സ്റ്റിച്ച് കൊടുത്തിട്ട് ഈ കൂടുതലായിട്ട് നിൽക്കുന്ന ലേസിനെ ഒന്ന് കട്ട് ചെയ്ത് കളയാം. ഈ ഒരു ഭാഗം തിരിച്ചിട്ട് നോക്കുമ്പോഴും നല്ല വൃത്തിയിലിരുന്നോളും. പിന്നെ ഹെമ്മിങ് ചെയ്യുമ്പോൾ ഈ ഒരു ഭാഗം കൂട്ടി നമുക്ക് ഹെം ചെയ്ത് കൊടുത്താൽ മതി. അപ്പം നല്ല വൃത്തിയായിട്ടിരിക്കുവേ. ഇത് ഞാനൊന്ന് നിവർത്തി കാണിക്കാം. ഇതുണ്ടോ? അപ്പം നമ്മൾ നിവർത്തുമ്പോൾ ഈ ഒരു രീതിയിലാണ് കിട്ടുന്നത്. നമുക്ക് ഇതിനെ ഒന്ന് വലിച്ചിട്ട് ഞാൻ കാണിച്ചുതരാം. ഇതുണ്ടോ? നമ്മുടെ കറക്റ്റായിട്ട് നമ്മുടെ ലേസ് വന്നിട്ടുണ്ട്. ഉണ്ടോ? ഇവിടെയും വന്നിട്ടുണ്ട്. നമുക്കിവിടെ നോക്കാം. ഇവിടെ നമ്മുടെ ലേസ് കറക്റ്റായിട്ട് തന്നെ ഇട്ടിട്ടുണ്ട്. അടിപൊളി നെക്കായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു ഭാഗത്ത് നമ്മൾ ഹെമ്മിങ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ സ്ലീവിൽ ഞാൻ ഇതേപോലെ ഒരു ലേസ് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഷോർട്ട് വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ ഒരു ബീനൊക്കെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതേപോലെ തന്നെ എനിക്ക് നിങ്ങൾക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും ഞാൻ ചെയ്ത മെത്തേഡ് നിങ്ങൾക്ക് ചെയ്ത് നോക്കിയിട്ട് യൂസ്ഫുൾ ആയിട്ടില്ലെങ്കിലും ഒക്കെ നിങ്ങൾക്ക് കമൻ്റായിട്ട് പറയാം കേട്ടോ. അപ്പോൾ ഇതേപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ. ബൈ.